ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ കറിയും ചപ്പാത്തിയുമാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസും പൊട്ടറ്റോയും ചേർത്തൊരു മസാലക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഗോതമ്പ് മാവ് നമ്മളെ ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു. ലേശം നെയ്യ് കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അയച്ചെടുത്തു. ഇന്ന് നമുക്ക് കോൺ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി നമ്മൾ ചപ്പാത്തി സാധാരണ പരത്തിയെടുത്തു. അതിലേക്ക് നമ്മൾ നെയ്യ് തൂത്ത് നാലായിട്ട് മടക്കി നമ്മൾ വീണ്ടും ഒന്നുകൂടെ പരത്തിയാണ് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമായിട്ട് നമുക്ക് കിട്ടും. ഈ ചപ്പാത്തി നമ്മൾ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നവരെ ഇരുന്നാലും അത് കട്ടിയാകത്തില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. 2-3 ലെയറായിട്ട് ഇരിക്കുന്ന ഈ ചപ്പാത്തി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സാധാരണ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമാവും. അധികം മെനക്കേടൊന്നുമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുത്തു. അതിലേക്ക് ഒരു ഭാഗത്ത് നമ്മളൊന്ന് നെയ്യ് തൂത്ത് കൊടുത്തു, അല്ലെങ്കിൽ എണ്ണ തൂത്താലും മതി. അത് രണ്ടായിട്ട് മടക്കി അതിൻ്റെ ഒരു വശം കൂടി നമ്മൾ എണ്ണ തടവി കൊടുത്തിട്ട് നമ്മളൊന്ന് മടക്കി പരത്തിയെടുത്താൽ നമ്മുടെ കോൺ ചപ്പാത്തി ഇവിടെ റെഡിയായി. കുതിർത്തിയെടുത്ത ഗ്രീൻ പീസും പൊട്ടറ്റോ, സവോള, പച്ചമുളക്, ഇഞ്ചി ഇവ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്തു. കറിവേപ്പിലയും കടുകും താളിച്ച് അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് നമ്മൾ ഈ ഗ്രീൻ പീസിലേക്ക് ചേർത്താണ് നമ്മൾ കറി ഉണ്ടാക്കിയത്. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഗ്രീൻ പീസ് മസാലയും കോൺ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ